മിഴി തുറക്കും മൊഴികൾ, മനം നിറയും തളിരോർമകൾ. മിഴികളിൽ നിറയെ കാണാ കാഴ്ചകൾ, മൊഴികളിൽ നിറയും അറിയാ കഥകൾ. മിഴി തുറക്കും മൊഴികൾ. മണലാരണ്യത്തിൽ ജിബിരീലിൻ മൊഴി കേൾക്കുകയായി, യാതന തൻ മരുഭൂമിയിൽ പാതകൾ വീണ്ടും തെളിയുകയായി. ജീവിത മണലാരണ്യത്തിൽ ജിബിരീലിൻ മൊഴി കേൾക്കുകയായി, യാതന തൻ മരുഭൂമിയിൽ പാതകൾ വീണ്ടും തെളിയുകയായി. ആകാശം സൃഷ്ടിച്ചോനേ, ആകാശം സൃഷ്ടിച്ചോനെ, ആഴിയും ഊഴിയും സൃഷ്ടിച്ചോനെ. അല്ലാഹു നീയല്ലാതെ ഇല്ലല്ലോ തുണയെന്നാരും. ജീവിത മണലാരണ്യത്തിൽ ജിബിരീലിൻ മൊഴി കേൾക്കുകയായി, യാതന തൻ മരുഭൂമിയിൽ പാതകൾ വീണ്ടും തെളിയുകയായി. മണ്ണിൻ നന്മകൾ റമദാനായി നോമ്പുകൾ എണ്ണുന്നു, മനസ്സിൻ മക്കയിൽ തക്ബീറിൻ ധ്വനികൾ മുഴങ്ങുന്നു. മണ്ണിൻ നന്മകൾ റമദാനായി നോമ്പുകൾ എണ്ണുന്നു, മനസ്സിൻ മക്കയിൽ തക്ബീറിൻ ധ്വനികൾ മുഴങ്ങുന്നു. മിഴികളിൽ സംസം തെളിനീരിൻ ഉറവകൾ ഉണരുന്നു, മിഴികളിൽ സംസം തെളിനീരിൻ ഉറവകൾ ഉണരുന്നു. ആകാശം സൃഷ്ടിച്ചോനെ, ആഴിയും ഊഴിയും സൃഷ്ടിച്ചോനെ. അല്ലാഹു നീയല്ലാതെ ഇല്ലല്ലോ തുണയെന്നാരും. പ്രിയമുള്ള പ്രേക്ഷകരെ, അന്താരാഷ്ട്ര അടുക്കളയുടെ മിഴി തുറക്കും മൊഴികൾ എന്ന ഈ അഭിമുഖ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ചലച്ചിത്ര സംവിധായകൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, അതുപോലെ തന്നെ നിരവധി സംഘടനകളുടെ ഒരു വക്താവ് കൂടിയാണ് ശ്രീ കബീർ യൂസഫ്. കബീർ യൂസഫ് എന്ന ബഹുമുഖ പ്രതിഭയെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. അതിനായിട്ട് അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒമാനിലെ ഹഥാഷ് മലനിരകളിലാണ്. ഹഥാഷ് മലനിരകൾ നമുക്ക് ആസ്വദിക്കാം. ആ പ്രകൃതി ഭംഗിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടും കേട്ടും അറിയാം. നമുക്കെന്തായാലും നമ്മുടെ ഒരു സുഹൃത്ത് എത്തിയിട്ടുണ്ട് വാഹനവുമായിട്ട്. ആ വാഹനത്തിലേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അസ്സലാമു അലൈക്കും. السلام عليكم حبيبي، كيف حالك؟ طيبين؟ مو كبر؟ تمام. كيف حالك؟ طيب الحمد لله. حياكم الله. هذا في كبير يوسف، هذا صديق من لسانك. اوكي. في ريد شوف هذا من هتاش جبل. مزبوط مكان في روه. في روه. هذا سيارة؟ يلا شكرا. تعال. അന്താരാഷ്ട്ര അടുക്കളയുടെ ഈ അഭിമുഖത്തിന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ആയിക്കോട്ടെ, നമുക്കൊരു പ്രത്യേക സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് നമുക്കറിയില്ലായിരുന്നു. എന്താണ് ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാനുള്ള കാരണം? തീർച്ചയായും വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഹഥാഷ് എന്ന പർവ്വതനിരകൾ. മസ്കത്തിൽ ഇപ്പോൾ കറണ്ട് ടെമ്പറേച്ചർ 29-30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇവിടെ വെറും 11-12 സെൽഷ്യസാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെക്കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കാരണം ഗൾഫ് രാജ്യങ്ങളിൽ നിറങ്ങുന്ന, വിശേഷ ഒമാനിൽ നിറങ്ങുന്ന മിക്കവാറും എല്ലാ പ്രോഗ്രാംസിലും എല്ലാ വിഷ്വൽ കണ്ടൻറ്റിലും ഉണ്ടാകുന്ന ഒരേ ഒരു ബാക്ക്ഗ്രൗണ്ട് പർവ്വതനിരകൾ, പാർക്ക്, പൂക്കൾ, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ട്, കാരണം ക്യാരക്ടർ ലൊക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഏതൊരു ഫിലിമിലായാലും എന്തൊരു പ്രൊജക്റ്റിലായാലും
ഒരു ഫിലിം മേക്കർക്ക് അത്തരത്തിലുള്ള ഫ്രെയിംസിനെ കുറിച്ച് ധാരണ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റി ഓഫ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞാൻ ഇദ്ദേഹത്തെ സാലിം മൻസൂർ എന്ന അദ്ദേഹത്തെയും ഹദാഷ് പർവ്വതനിരകളെക്കുറിച്ചും അറിയാനിടയായത്. ഹദാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും മസ്കറ്റിലുള്ള റെസിഡൻസ്, നമ്മുടെ മലയാളികൾ വിശിഷ്യ തണുപ്പ് തേടി പോകുന്ന നാടുകളാണ് ജബൽ അക്തർ അല്ലെങ്കിൽ സലാല. ഇത്രയും സലാലയ്ക്ക് 1000 കിലോമീറ്റർ റൺ ചെയ്ത് പോകണം. ജബൽ അക്തറാണ് 100-200 കിലോമീറ്ററോളം പോകാനുണ്ട്. പക്ഷേ അത്രയൊന്നും ഇല്ലാതെ 140 കിലോമീറ്ററാണ് മസ്കറ്റിന് പുറത്തേക്കുള്ള ദൂരം. ഈ ദൂരത്തിനിടയ്ക്ക് നമുക്ക് ഇത്രയും നല്ല തണുപ്പ് നിറഞ്ഞ അല്ലെങ്കിൽ പ്രകൃതി രമണീയമായ ചുറ്റും പച്ചപ്പും അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രാജ്യത്തിന് എന്നാൽ ഏറ്റവും മനസ്സിന് ഇണങ്ങുന്ന ഒരു സ്ഥലം, ഇണങ്ങുന്നതാണ്. ശരിക്കും ഒരു നാട്ടിൻപുറത്തൊക്കെ പോയ പോലെ ഉണ്ട് ഇവിടെ. ഈ ചെമ്മൺ പാതയും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. തീർച്ചയായും. ആ കാണുന്ന ഇവിടെ സമുദ്രനിരപ്പിൽ നിന്നും 1500 ഫീറ്റ് ഉയരത്തിലാണ് ഹദാഷ് പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. ഇത് ഈ വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിലെന്നറിയാം. വെറും 6 ഫാമിലീസാണ് താമസിക്കുന്നത്. ഈ 6 ഫാമിലീസ് ഒരു ആവറേജ് ഒരു 7 മെമ്പർ വെച്ച് കൂട്ടിയാൽ തന്നെ ഒരു 10-40-50 ആൾക്കാർ മാത്രമേ ഇവിടെ ജീവിക്കുന്നുള്ളൂ. ഇത്രയും ആൾക്കാർ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്നു, അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതെല്ലാം ഈ ദുർഘടമായ പാതയിൽ കൂടെയാണ്. പക്ഷെ എന്തായാലും ഒരു ഭയങ്കര ഒരു നാട്ടിൻ്റെ ഒരു ഫീൽ, അല്ലെങ്കിൽ ഒരു ഊട്ടിയിലോ കൊടൈക്കനാലൊക്കെ പോയൊരു ഫീലാണ് ഇവിടെ. ജനങ്ങൾ 1500 കിലോമീറ്ററൊക്കെ താണ്ടിയിട്ട് സലാലൊക്കെ പോകുന്നത്, മറിച്ചൊരു 140 കിലോമീറ്റർ ഡ്രൈവ് ചെയ്താൽ ഇവിടെ എത്താം. ഇതിനടുത്താണ് വക്കാൻ. തീർച്ചയായിട്ടും വക്കാനുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ഹദാഷ് എന്ന് പറഞ്ഞത്. അതുപോലെ ഈ മലനിരയുടെ ഏറ്റവും മുകളിലൊരു പള്ളിയുണ്ട്. നമ്മൾ ചില അറബി കഥകളിലൊക്കെ വായിക്കുന്ന പോലത്തെ കൊച്ചു പള്ളി. ആ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്നത് ഒരു 12 വയസ്സുള്ളൊരു പയ്യനാണ്. ഒമാനി പയ്യനാണ്. ഗ്രേറ്റ്. അപ്പോൾ കബീർജി, ഇതാണ് താങ്കൾ പറഞ്ഞ സ്ഥലം അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ഹദാഷ് എന്ന് പറഞ്ഞ ഗസ്റ്റ് ഹൗസ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നറിയാം 1500 ഫീറ്റ് മസ്കറ്റിലെ സീ ലെവലിൽ നിന്നും എബോവ് നമ്മൾ നിൽക്കുന്നത്. 1500 ഫീറ്റ് എബോവ് സീ ലെവൽ. ഇവിടെ നമ്മളിപ്പോൾ തന്നെ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എനി ടൈം ഈ നമ്പറിൽ വിളിച്ചാൽ നമുക്കിവിടെ വരാം, സ്റ്റേ ചെയ്യാം. അതിനുള്ള ഫെസിലിറ്റീസ് നമ്മുടെ സുഹൃത്ത് സാലിം മൻസൂർ നമ്മളെ നേരത്തെ താഴെ നിന്ന് വണ്ടിയിൽ കൊണ്ടുവന്നത് പോലെ തന്നെ ഇവിടെ കൊണ്ടാക്കും, തിരിച്ചും അതുപോലെ തന്നെ താഴെ ഇറക്കി തരും. കാരണം ഈ മൗണ്ടൻ നമ്മൾ സലൂൺ കാർ ഡ്രൈവ് ഇല്ല, ഫോർ വീൽ ഡ്രൈവ് പോലും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്കിൽഡ് ഡ്രൈവർക്ക് മാത്രമേ തീർച്ചയായും ഡേഞ്ചറസ് ആണ്. കാരണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ താഴെ കിടക്കും. നമ്മൾ സൂയിസൈഡ് പോയിന്റ് അതിലും വലിയൊരു കാര്യമാണല്ലേ ഇത്. അപ്പോൾ വരും, നമുക്ക് ഉള്ളിലേക്ക് പോകാം. വരും. കബീർജി, 90കളുടെ ഏതാണ്ട് ഒരു മധ്യകാലഘട്ടത്തിലാണ് താങ്കൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നത് ജേർണലിസമാണ് തിരഞ്ഞെടുത്തത്. ആ കാലഘട്ടത്തിൽ യുവാക്കളൊന്നും അത്ര കണ്ട് തിരഞ്ഞെടുക്കാത്ത ഒരു മേഖലയാണ് ജേർണലിസം. പ്രത്യേകിച്ച് തൊഴിൽ സാധ്യത എങ്ങനെയാണ് എന്നൊക്കെ ഒരു ചിന്തയുണ്ടാവല്ലോ. എന്തുകൊണ്ടാണ് താങ്കൾ അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? വളരെ നല്ലൊരു ചോദ്യമാണ് അത്. താങ്ക് യു. അതായത് ആ കാലഘട്ടത്തിൽ വടക്കൻ മലബാറിലുണ്ടായിരുന്ന യുവാക്കളുടെ മനസ്സിൽ എപ്പോഴും ഒരു 10ാം ക്ലാസ് വരെ പഠിക്കുക, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഗൾഫിലേക്ക് പോവുക, അല്ലെങ്കിൽ പിതാവിൻ്റെ തൊഴിലേർപ്പെടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. താങ്ക് യു സോ മച്ച്. അതായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് പഠിക്കുന്ന കാലത്ത് അങ്ങോട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ 4 പേര് ചേർന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു കലാലയം എന്ന് പറഞ്ഞ് കയ്യെഴുത്ത് മാഗസീൻ കാലഘട്ടത്തിലൊക്കെ അതെ ഒരു 1 A4 സൈസ് പേപ്പറിൽ പരമാവധി ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ കുത്തി നിറച്ചുകൊണ്ട് ഒരു സംഭവം അത് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ കോളേജ് അധികൃതർ അതിനെ ജീവിക്കാൻ അനുവദിച്ചില്ല. കാരണം സ്വാഭാവികമായും ആ കാലത്ത് ഇന്ത്യൻ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഫോർത്ത് എസ്റ്റേറ്റ്, അതായത് ജേർണലിസത്തിൽ എന്തായാലും അതിൽ വിമർശനങ്ങളും നല്ലത് കാണാൻ വളരെ സാധ്യത കുറവാണ്. ഗൾഫിലിറങ്ങുന്ന പത്രങ്ങളെ പോലെയല്ല, മറിച്ച് ക്രിറ്റിസിസം മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറും 3 എഡിഷൻസ് മാത്രമേ വന്നുള്ളൂ. അതിൻ്റെ അണ്ടഘടാകരം പറിച്ച് കളഞ്ഞ അവിടെ നിന്നാണ് അല്ലേ? അതാണ് ഒരു പക്ഷേ അതാണോ ഒരു താല്പര്യമുണ്ടായത് ഈ മേഖലയിലേക്ക് വരാൻ? ശരിക്കും മാധ്യമരംഗത്ത് എന്ന് പറയുമ്പം എൻ്റെ ഫാദർ ഈസ് എ വെരി ഗുഡ് റീഡർ, വൊറേഷ്യസ് റീഡറാണ്. മൂപ്പര് താല്പര്യമുള്ള ആർട്ടിക്കിൾസ് എല്ലാം കട്ട് ചെയ്ത് വെക്കും. അങ്ങനൊരു ഇഷ്ടമുള്ള. അതെ. പിന്നെ എൻ്റെ മൂത്ത മാമൻ എന്ന് പറയുന്ന പുള്ളി പണ്ട് പത്രം വിതരണം ചെയ്തിരുന്നു. കാലിക്കറ്റിൽ നിന്ന് ഇറങ്ങുന്ന ആവനാഴി എന്ന് പറഞ്ഞൊരു പത്രം പുള്ളി പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ മൂന്നാമത്തെ മാമൻ എന്ന് പറയുന്നത് പുള്ളിക്ക് ഒരു പ്രസ്സുണ്ട് ഉണ്ടായിരുന്നു. അതിൽ അഗ്നിനക്ഷത്രം എന്ന് പറഞ്ഞ പേപ്പർ അടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചൊരു പിച്ച വയ്ക്കാൻ ആവശ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അറിയാം. ഓക്കെ. പിന്നീടാണ് ഞങ്ങളുടെ സിനിമകളും അതൊക്കെ പിന്നെ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം കൂടി ഇങ്ങനെ വന്നപ്പോൾ
93-ലാണ് ഏഷ്യാനെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ വലിയ മാമൻ്റെ ഗ്രാൻഡ് അങ്കിളിൻ്റെ വീട്ടിൽ, എൻ്റെ അങ്കിളിൻ്റെ മൂത്ത മാമൻ്റെ വീട് തന്നെയാണ്. പിന്നീട് എൻ്റെ ഭാര്യ വീടും അതിനായി മാറുന്നത് വേറെ കാര്യം, കാരണം മാമൻ്റെ മോളെ ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ എൻ്റെ കസിൻ അന്ന് ഏഷ്യാനെറ്റിൻ്റെ ലോഞ്ചായിരുന്നു. ആ ലോഞ്ച് സമയത്ത് പുള്ളി ഏഷ്യാനെറ്റ് ഡീറ്റെയിൽസ്, കാരണം എൻ്റെ ഈ പ്രാന്തം അറിയുന്നതുകൊണ്ട് വിഷ്വൽ മീഡിയയിൽ രംഗത്തിറങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ട്, പക്ഷേ അതിന് ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, അതിന് മുമ്പ് തന്നെ ഞാൻ ആകാശവാണിയിൽ, കണ്ണൂർ ആകാശവാണിയിൽ ബിഗേഡ് ആർട്ടിസ്റ്റായിരുന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ച് പുതിയ അറിവാണ് പ്രേക്ഷകർക്കും. കാരണം അന്ന് FM സ്റ്റേഷനിൽ ഇറങ്ങുന്ന നാടകം വളരെയധികം കൗതുകത്തോടെ കേൾക്കാവുന്ന ഒന്നായിരുന്നു. FM-ൻ്റെ ആ ക്വാളിറ്റി ഉണ്ടല്ലോ, AM പോലെയല്ല. പിൻ ഡ്രോപ്പ് സൈലൻസ്, ഒരു ഇല അനങ്ങിയാൽ പോലും അറിയുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു അതിന്. അപ്പോൾ അത് കേട്ടുകൊണ്ട് നമ്മളുണ്ടാക്കിയ ഒരു ഇമാജിനറി വേൾഡ് ഉണ്ടല്ലോ, തീർച്ചയായും അത് ഭയങ്കര. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കണ്ണൂർ ആകാശവാണിയിൽ എത്തുന്നതും. സെൻട്രൽ ജയിലിൻ്റെ അടുത്താണത് എത്തുന്നത്. അവിടെ ഒരു ഓഡിഷൻ കൊടുക്കാവുന്ന വലിയ ചില്ലറ പണിയൊന്നുമല്ല. പക്ഷേ സ്വാഭാവികമായി നമ്മുടെ വടക്കൻ സ്ലാങ് ആയതുകൊണ്ട് നമ്മളെ പല വാക്കുകളും വേണ്ട രീതിയിൽ ഉച്ചരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ അറ്റംപ്റ്റ് പൊട്ടി. അപ്പോൾ അവിടെ സംഭവിച്ച പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതൊന്ന് ശരിയാക്കി രണ്ടാമത് കൊടുത്തപ്പോൾ രണ്ടാമത് പിന്നെ ശരിയായി. അങ്ങനെ ഞാൻ പാസ്സായി. ഇന്നും അവിടുത്തെ ബിഗേഡ് ആർട്ടിസ്റ്റാണ്. അപ്പം പറഞ്ഞു വന്ന വിഷ്വൽ മീഡിയയിലുള്ള എൻ്റെ താല്പര്യമാണ്. അപ്പോൾ എൻ്റെ ഈ താല്പര്യം അറിയുന്ന എൻ്റെ കസിൻ റാഫിയ ഹസൻ എന്ന് പറഞ്ഞ ആൾ, പുള്ളി ഏഷ്യൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും, എനിക്ക് തരികയും അതായിരുന്നു വലിയൊരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞത്. പിന്നീട് അടുത്ത 2 വർഷത്തിന് ശേഷം അപ്പോഴത്തേക്ക് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അന്ന് നമ്മുടെ പ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ മാധവൻകുട്ടി സാറ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ശശികുമാർ മേനൻ, പണ്ട് ഏഷ്യാനെറ്റ് കൊണ്ടുവന്ന ആൾ. ഇവരിലൂടെ ആ ചാനലിൽ എനിക്ക് വെട്ടിത്തുറന്ന് കിട്ടിയതും അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ചെന്നൈയിൽ ഞാൻ 96-97 എത്തുന്നതും ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യുന്നതും. പിന്നെ അവിടെ നിന്നാണ് ആ മാധ്യമ പ്രവർത്തന ജീവിതം ഇന്നും കഴിഞ്ഞ ഒരു 25 വർഷക്കാലമായിട്ട് കൊണ്ടുനടക്കുന്നത്. താങ്ക് ഗോഡ് അതേ രീതിയിൽ പോകുന്നത്. കബീർജി, ഇപ്പോൾ ഇത്രയും കാലത്തെ മാധ്യമ പ്രവർത്തനം സ്വാഭാവികമായിട്ടും എന്താ പറയുക, 2 വശങ്ങളുണ്ടല്ലോ. ഒരു പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാവും, ചോദിക്കേണ്ട കാര്യമില്ല. എങ്കിലും ആ 2 തരത്തിലുള്ള അനുഭവങ്ങളും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായും ഇഷ്ടം പോലെ നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും ഉണ്ടായിരുന്നു. ബീയിങ് എ ജേർണലിസ്റ്റ്, അതിലെടുത്ത് പറയാവുന്ന 1-2 അനുഭവങ്ങൾ. ഒന്നാമത്തത് എൻ്റെ കരിയറിൻ്റെ ബിഗിനിങ് കാലത്ത്, ചെന്നൈയിലാണ് എൻ്റെ പ്രോപ്പർ കരിയർ ബിഗിൻ ചെയ്തത്. ആ കാലത്ത് ഒരു 17 വയസ്സുള്ളൊരു കോളേജ് പെൺകുട്ടിയെ കുറച്ച് റൗഡികൾ ഓട്ടോയിൽ വന്നിട്ട് കൈപിടിച്ച് വലിച്ച് ആ കുട്ടി കുതറി ഓടാൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ ആ സമയത്ത് കുട്ടി വീഴുകയും കുട്ടിയുടെ തല ഒരു പാറയിൽ കൊണ്ടുപോയി ഇടിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കുട്ടി ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ കുട്ടിയുടെ 17ാമത്തെ ബർത്ത്ഡേ അന്ന് കുട്ടി മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് വലിയൊരു, ചെന്നൈയിൽ ഭയങ്കര, ഇപ്പം നമ്മുടെ ഈ നിർഭയ ആ സംഭവം പോലൊരു സംഭവമായിരുന്നു 25 വർഷം മുമ്പേ. ഐ സ്റ്റിൽ റിമെമ്പർ ഇറ്റ് വാസ് 97-98 ആ സമയത്തായിരുന്നു. അപ്പോൾ അത് വലിയൊരു, സർക്കാരിൽ പോലും വലിയ ഒരു ചർച്ചാ വിഷയമായ ഒരു സംഭവമായിരുന്നത്. അതിനുശേഷം ഇവരെ 6 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും അന്ന് ഏഷ്യാനെറ്റിൻ്റെ ചെന്നൈ കൊറസ്പോണ്ടൻറ്റ് കം വെതർമാൻ ആയിരുന്നു ഞാൻ. അന്ന് മലയാള ചാനൽസ് വേറെ ഇല്ല, ഏഷ്യാനെറ്റ് മാത്രമേ ഉള്ളൂ. ദൂരദർശൻ കഴിഞ്ഞാൽ പിന്നെ ഏഷ്യാനെറ്റ് മാത്രമേ ഉള്ളൂ. അന്ന് MMA ഹൗസിൽ താമസിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ന്യൂസ് നമ്മളൊരു സ്പെഷ്യൽ കവറേജ്, ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ നിന്നൊക്കെ ഷോർട്സ്, കുട്ടിയുടെ ശവം കൊണ്ടുപോകുന്ന സീനൊക്കെ എടുത്ത് അതിന് നല്ല കവറേജെല്ലാം കൊടുത്തു. പക്ഷെ അന്ന് വൈകുന്നേരം തന്നെ നമുക്ക് 1-2 കോൾസ്, ഞാനും അന്ന് ക്യാമറമാൻ ശ്രീജിത്ത് NDTVയിലൊക്കെ വെക്കിയ ശ്രീജിത്തായിരുന്നു, നമുക്ക് ഭീഷണി കോളുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ചെന്നൈ അവിടെ ചെറിയൊരു പേടി ഇല്ലാണ്ടില്ലായിരുന്നു, കാരണം നമ്മുടെ നാടല്ല. സ്വാഭാവികം ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു വശം കൂടി ഉണ്ടല്ലോ, മാധ്യമ പ്രവർത്തന രംഗത്ത് കിട്ടിയ വലിയ വലിയ ആളുകളുമായിട്ടുള്ള ഇടപെടലുകൾ അല്ലേ? അതാണ് ഏറ്റവും വലിയൊരു കോളം റൈറ്റർ എന്നുള്ളതിനപ്പുറത്ത്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ന്യൂസ് റീഡർ എന്നുള്ളതിനപ്പുറത്ത് ഇത്തരം കാര്യങ്ങളോട് ചെയ്യാറുണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ബീയിങ് എ ജേർണലിസ്റ്റ്, നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിലൊന്ന് വെച്ചാൽ ഈ ലോക നേതാക്കളൊക്കെ കാണാനും അവരുമായി സംസാരിക്കാനും നമുക്ക് ഇൻസ്പയർഡ് ആവാനൊക്കെ കഴിയും. അതിലൊന്ന് UN സെക്രട്ടറി ജനറലിനെ കണ്ടതും അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തതും, അതുപോലെ WHO ഹെഡ്, ഈ കൊറോണ മൂത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വിസിറ്റ് നടത്തിയിരുന്നു അമാനിൽ, അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തതും. പിന്നെ മമ്മൂക്ക, ലാലേട്ടൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ. അതിൽ 1-2 എടുത്ത് പറയാം. മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തീർച്ചയായും ഷെവലിയർ ശിവാജി ഗണേശൻ ഇൻ്റർവ്യൂ ചെയ്തതാണ്. അത് അദ്ദേഹത്തിന് ഷെവലിയർ പട്ടം ഫ്രഞ്ച് ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിച്ച അന്ന് ആദ്യം അവിടെ എത്തുന്ന ചാനൽ ഏഷ്യാനെറ്റ് ആയിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ വിറയലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആ ശൗര്യവും ക്രൗര്യവും എല്ലാമായിരുന്നു നമ്മൾ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കാത്തുകൊണ്ടിരിക്കെ അദ്ദേഹം പതിയെ ഇറങ്ങി വന്നു, വണക്കൊക്കെ വന്ന് ഇവിടെ പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യാൻ പോകും. അദ്ദേഹത്തിൻ്റെ ആ സെൻസാണ് ആലോചിക്കുന്നത്. അപ്പം ഞാൻ അപ്പോഴും തുടക്കക്കാരൻ തന്നെയാണ്. ആ വിറയിലൂടെ നിൽക്കുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു നിമിഷം എനിക്ക് റിഫ്ലക്ഷൻ വരുമായിരുന്നു പറഞ്ഞിട്ട് പുള്ളി നോക്കുമ്പോൾ ബാക്കിൽ ഏതോ ഒരു കോർണറിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്.
പക്ഷെ അദ്ദേഹം എങ്ങനെ സെൻസ് ചെയ്യുന്നതാണ് എനിക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ നമ്മളല്ലേ മഹാൻ അല്ലേ മഹാരഥൻ അതെ. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ മമ്മൂക്ക ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഡയറക്ടർ ഭരതൻ മരിച്ചപ്പോഴാണ്. ഭരതേട്ടൻ മരിച്ചെന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അന്ന് എല്ലാം മിക്കവാറും സേതുമാധവൻ സാർ മുതൽ എല്ലാവരും ഈ പുതിയ തലമുറ അവരുണ്ടായിരുന്നു. അപ്പം അന്ന് മമ്മൂക്കയോട് ഞാൻ വിറച്ചുകൊണ്ടിരുന്നു, മമ്മൂക്ക ആക്ഷൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. മമ്മൂക്ക മിണ്ടാതിരിക്കടോ, അവിടെ ക്യാമറ ഓണാവട്ടെ. നമുക്കിങ്ങനെ ഓർത്തെടുക്കാവുന്ന വളരെ ചിരിച്ച് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ആത്മസംതൃപ്തി നൽകുന്ന ചില ഓർമ്മകളാണത്. എനിവേ വരും അടുത്ത വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. കബീർജി, ഇപ്പോൾ ഇത്രയും മഹാരഥന്മാരെ അങ്ങ് അല്ലേ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായി. നേരത്തെ ശിവാജി ഗണേശൻ സാറിന് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ രംഗത്തുള്ളവരുമായിട്ടും ഒക്കെ അല്ലേ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും. ഷെവലിയർ ശിവാജി ഗണേശനെ ഇൻ്റർവ്യൂ ചെയ്തതിന് ഒരു വലിയൊരു മറക്കാനാവാത്തൊരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മിക്കവാറും എല്ലാ രാഷ്ട്രീയക്കാരെയും ഇൻ്റർവ്യൂ ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ജയലളിത, കെ കരുണാനിധി, GMC നേതാവ് മൂപ്പനാർ. ഞാൻ ഒന്ന് കട്ട് ചെയ്തോട്ടെ. അതായത് അന്താരാഷ്ട്ര അടുക്കളയുടെ പ്രേക്ഷകരെ സംബന്ധിച്ച് താങ്കളെ പോലെയുള്ള ഒരു വ്യക്തിയുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ എല്ലാവർക്കും ഒരു പുതിയ അറിവായിരിക്കും. തുടരൂ പ്ലീസ്. ഞാൻ പിന്നെ അതിങ്ങനെ പറഞ്ഞിറക്കേണ്ട ആവശ്യമില്ല. അല്ല, അതിനാണ് ഈ അടുക്കളയുടെ ഉദ്ദേശം തന്നെ അതാണ്. നമ്മളെ പോലെയുള്ള സുഹൃത്തുക്കളുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും കഴിവുകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സതുദ്ദേശമാണ് ഈ ഇന്റർവ്യൂ. വളരെ നല്ല കാര്യമാണ് ഈ അടുക്കള ചെയ്യുന്നത്, അന്താരാഷ്ട്ര അടുക്കള ചെയ്യുന്നത്. കാരണം ഇത്തരം അറിയപ്പെടാതെ കിടക്കുന്ന പലരും, ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ സമൂഹത്തിൽ ഉണ്ട്, അവരെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിൽ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ജയലളിതയുടെ ആ ഒരു കമാൻഡിങ് പവറാണ്. ജയലളിത അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരത്തിലുള്ള ഒരു കമാൻഡിങ് പവർ, അതുപോലെ തന്നെ വിഷൻ, ദെൻ ദ വെർബോസിറ്റി ആൻഡ് ഹെർ അവരുടെ സംസാര രീതി. കാരണം അത് സാധാരണ സ്കൂളിൽ പഠിച്ച് സാധാരണ കോളേജിൽ പഠിച്ച ഒരാൾക്ക് അത്തരമൊരു വ്യക്തിയിൽ നിന്നും ജയലളിത എന്ന വ്യക്തിയിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ. അവരുടെ ആ കമാൻഡ് ഓവർ ദ ലാംഗ്വേജ്, അവർ ബ്രിട്ടീഷ് എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം അതൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട് എനിക്ക്. അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ജീവിതത്തിലും അതുപോലെ തന്നെ കർമ്മരംഗത്തും വലിയ മുതൽക്കൂട്ടാണല്ലേ? തീർച്ചയായും. താങ്ക് യു കബീർജി. നമ്മൾ കുറേയധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, പക്ഷേ താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കുറിച്ച് കടന്നിട്ടില്ല. അതും അന്താരാഷ്ട്ര അടുക്കള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കണം. തീർച്ചയായും. വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാമോ? വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് വെച്ചാൽ വളരെ സാധാരണക്കാർ പഠിക്കുന്ന LP സ്കൂളിലും പിന്നെ ഹൈസ്കൂളിലും UP അങ്ങനെയൊക്കെ പഠിച്ച ഒരാളാണ് ഞാൻ. ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും പഠിച്ചില്ല. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഞാൻ ജേർണലിസ്റ്റ് ആവാൻ കാരണം ചില ഭാഷയോടുള്ളൊരു സ്നേഹമാണ്. ഒരു ഭയങ്കരമായൊരു പാഷനായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ പക്ഷേ ഇംഗ്ലീഷ് ആദ്യം പഠിക്കുന്നത് തന്നെ 4th എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും ഭാഷയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് അറിഞ്ഞു തുടങ്ങുന്നത് തന്നെ. 7ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് നമുക്ക് കുറച്ച് കോമ്പൗണ്ട് സെൻറ്റൻസ് ഒക്കെ ഉണ്ടാകുന്ന ഇതിലാണ്. 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് കുഴിപ്പങ്ങാട് LP സ്കൂൾ എന്ന് പറഞ്ഞ തലശ്ശേരിയിലുള്ളൊരു സ്കൂളിലായിരുന്നു. പിന്നെ തിരുവങ്ങാട് സ്കൂൾ, പിന്നെ ഗവൺമെൻറ് ബ്രണ്ണൻ സ്കൂൾ, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ വേറെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ പഠിപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ മോശമായിരുന്നു. അല്ല, അങ്ങനെയുള്ളവരാണ് പിന്നീട് വലിയ വലിയ മേഖലകൾ കയ്യെത്തി പിടിച്ചിട്ടുള്ളത്. അങ്ങനെയൊന്നും മറ്റു പലരുടെ കാര്യം ശരിക്കും അറിയില്ല. അപ്പോൾ പഠിക്കുന്ന കാലത്തുള്ള ഇത് വലിയൊരു തറവാട്ടിലായിരുന്നു ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. ആ തറവാടെന്ന് വെച്ചാൽ നമ്മുടെ ഈ എന്താ പറയുക, പാരമ്പര്യത്തിൻ്റെ കണികളിൽ ഒരു 7ഓളം ഫാമിലീസ് ഒരുമിച്ച് ജീവിക്കുന്നത്. തറവാടിൻ്റെ പേര് ഇടവലത്ത് മാടത്തുമ്മൽ എന്നാണ്. തലശ്ശേരിയിലെ ഫേമസ് തറവാട് ചെറുക്കര എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര്. മാടത്തുമ്മൽ തറവാട്ടിലായിരുന്നു. EM എന്താ പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ ആ തറവാട്ടിലൊരു 7ഓളം ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് വിദ്യാഭ്യാസത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാത്തൊരു സൊസൈറ്റി ആയിരുന്നു അന്ന്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടായി. അങ്ങനെ പഠിക്കുന്ന ആൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അതേ കണ്ടംപററീസുള്ള കുട്ടികളൊക്കെ സൈക്കിളിൽ പോകുന്നുണ്ടാകും, ജോലി ചെയ്യുന്നുണ്ടാകും. എന്നിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ കേസുകൾ ചുവന്ന 2 രൂപയുടെ നോട്ട്, പച്ച 5 രൂപയുടെ നോട്ട് ഓർമ്മയുണ്ടാവും. ഇതൊക്കെയാണ് ഇവരുടെ കയ്യിലുണ്ടാവുക. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ 10 പൈസ 25 പൈസ ആ സമയത്തെ. അപ്പോൾ അന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും 10ൽ നിർത്തിയിട്ട്. കാരണം ഇത് എൻ്റെ മാമനുണ്ട്, മിഡിലുള്ള മാമൻ, മൂപ്പരാണ് പഠിക്കുന്ന കാര്യത്തിൽ വളരെയധികം പർട്ടിക്കുലറായിരുന്നത്. പുള്ളിയായിരുന്നു നമ്മളെ ഇൻസിസ്റ്റ് ചെയ്തിരുന്നത് പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ ഫാദറിൻ്റെയൊക്കെ സപ്പോർട്ടും ഉണ്ട്. അങ്ങനെയാണ് എങ്ങനെയെങ്കിലും 10ലൊന്ന് ഈ പണ്ടാറും നിർത്തി കിട്ടിയത് ഉപകാരമായിരുന്നു പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ പ്രശ്നമാണ് വീട്ടിൽ. പക്ഷെ 10ൽ എത്തിയപ്പോഴെന്തോ ഒരു മനസ്സ് മാറിയത്, വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നും വിദ്യാഭ്യാസമാണ് നമുക്ക് ലൈഫിൽ എൻ്റെ ഒരു ഓൺലി വേ ടു സാൽവേഷൻ ഇസ് വിദ്യാഭ്യാസം. അങ്ങനെയാണ് 10th നിന്ന് എല്ലാം മാറിയത്. അങ്ങനെയാണ് തറവാട്ടിൽ ഔട്ട് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ 10th പാസ്സാകുന്ന ആൾ എൻ്റെ ബ്രദറാണ്, ഏട്ടനാണ്. അടുത്ത വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും 10th പാസ്സായി. അങ്ങനെ ആ ഒരു റെക്കോർഡ് ഇതുവരെ
അവർക്കൊരു ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഫസ്റ്റും സെക്കൻഡും ആണല്ലോ. പിന്നെ എഡ്യൂക്കേഷനിൽ മോർ ഫോക്കസ്ഡ് ആയി. പിന്നെ ജേർണലിസം എടുത്തത് ജേർണലിസം ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ്. പക്ഷേ എഗെയിൻ അതും ഒരു വലിയൊരു മറിമായാണ്. എൻ്റെ പാഷൻ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് അറിയോ, നമ്മുടെ പാഷൻ ഒരിക്കലും നമ്മൾ കേൾക്കാറില്ല അല്ലെങ്കിൽ കാണാറില്ല. എസ്പെഷ്യലി പെൺകുട്ടികൾ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം അത്. എൻ്റെ ഫ്രണ്ട്സെല്ലാം ഏത് കോഴ്സിനാണ് ചേരുന്നത്, ആ കോഴ്സ് ഞാനും ചെയ്ത് അത് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ സാധ്യത കൂടുതലായിരുന്നു, ക്ലറിക്കൽ ജോബ്സിന്. അപ്പോൾ എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു, ഞാൻ BCom ചെയ്താൽ, അക്കൗണ്ടൻസി ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും. അപ്പോൾ ബാങ്കിൽ ജോലി, നമ്മൾ രാവിലെ ഓഫീസിലേക്ക് പോകുന്നു, ബാങ്കിൽ ജോലി തിരിച്ചു വരുന്നു, അങ്ങനെയുള്ള ആ ഒരു ജീവിതം സ്വപ്നം കണ്ടു. പക്ഷേ ബാങ്ക് ജീവനക്കാരുടെയൊക്കെ ഒരു വാഹനമായിരുന്നു ബജാജ് ചേതക്, പിന്നെ ലാംബി, പിന്നെ വിജയ് സൂപ്പർ ഇതൊക്കെയായിരുന്നു. പിന്നെ ഇത്തിരി കൂടി ഹൈഫൈ ആകുമ്പോഴത്തേക്കാണ് SD വരുന്നത്, മെഡിക്കൽ റെപ്സിന്റെ വണ്ടി, അത് മെഡിക്കൽ റെപ്സ്, പിന്നെ എൻഫീൽഡ്. ഈ ബജാജ് ചേതക്കൊക്കെയായിരുന്നു അന്ന് ബാങ്കിൽ ജോലി നൽകുക. അപ്പം നമ്മുടെ ഒരു ഡ്രീം വാഹനമായിരുന്നു അത്. ഇന്നത്തെ BMW വില ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും വാല്യൂ ഉണ്ടായിരുന്നു നമുക്കത് കാണുമ്പോൾ. അപ്പോൾ അതെല്ലാം വലിയ സ്വപ്നങ്ങളായിരുന്നു. അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പം ബാങ്ക് ജോലി, ഒരു നല്ലൊരു ഫാമിലി ലൈഫ്, അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിരുന്നൊരു കാലം. പക്ഷേ പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, BCom കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞത്, ഐ ആം നോട്ട് ഡെസ്റ്റിൻ ടു ബി എൻ അക്കൗണ്ടൻറ്റ്, അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിലെ പൊടി പിടിച്ച ഫയലുകൾക്കിടയിൽ ജീവിതം ഹോമിക്കാനുള്ളതല്ല എൻ്റെ ജീവിതം എന്ന് പിന്നെ തോന്നിയതാണ്. കാരണം ഒരിക്കലും വൈഫ് എപ്പോഴും പറയും, ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് പറയും. അത് കറക്റ്റാണ്. കബീർജി, നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. തീർച്ചയായിട്ടും താങ്കളുടെ മുന്നോട്ടുള്ള ചോദ്യങ്ങളുണ്ട്, കലാരംഗത്തേക്കുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ കലാപ്രവർത്തനവും അതുപോലെ തന്നെ ഔദ്യോഗിക രംഗത്തെ പ്രവർത്തനവും എല്ലാം നിരന്തരം, അതായത് ബിസി ഷെഡ്യൂൾ ആയിട്ടുള്ള താങ്കൾ, തീർച്ചയായിട്ടും കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് അനിവാര്യമാണല്ലോ. അത് തീർച്ചയായിട്ടും ഉണ്ടെന്നറിയാം. എങ്ങനെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാത്തതാണ്? തീർച്ചയായും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് തമാശയായിട്ടും കുറച്ച് കാര്യമായിട്ടും പറയുന്നൊരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതം പുരോഗതിയിലേക്ക് പോകണം അല്ലെങ്കിൽ അധോഗതിയിലേക്ക് പോകണം തീരുമാനിക്കുന്നത് 3 കാര്യങ്ങളാണ്. ആദ്യത്തേത് എന്താണെന്ന് വെച്ചാൽ, അവനവൻ കല്യാണം കഴിക്കുന്ന പെണ്ണ്, അതായത് ഭാര്യ ഹാസ് എ കമൻഡബിൾ റോൾ ഇൻ ഡിസൈഡിങ് ഓർ ഡിഫൈനിങ് സംബഡീസ് ഫ്യൂച്ചർ. രണ്ടാമത്തത്, അവനവൻ്റെ ജോലി സ്ഥലത്ത് ഇമ്മീഡിയറ്റ് ബോസ് വളരെ കോപ്പറേറ്റീവാണ്, പ്രൊആക്റ്റീവ് ആണെങ്കിലും നമുക്ക് ഒരുപാട് പ്രോത്സാഹനം കിട്ടും. നമ്മൾ പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിലും ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാകും. അതേപോലെ തന്നെയാണ് നല്ലൊരു ബോസിനെ കിട്ടുന്നത്. ബോസ് മീൻസ് സ്പോൺസർ. ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബിസിനസ്സിലെ സ്പോൺസർ എങ്ങനെ ഉണ്ടാകുമോ? താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് ഫ്രം വേ ബൈ ദ വേ? അതെ, ഫ്രം ഹിയർ. ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ പറഞ്ഞു വന്നത്, നല്ലൊരു സ്പോൺസർ കിട്ടുകയെന്ന്. ഈ 3 കാര്യങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ അയാളുടെ ജീവിതം ഒരുപാട് സമാധാനപൂർണ്ണമായിരിക്കും. അപ്പോൾ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം സമാധാനപൂർണ്ണമാണ്, വളരെയധികം സംതൃപ്തനാണ്. ഐ എം റിയലി ഹാപ്പി ആൻഡ് കണ്ടൻറ്റഡ് ആക്ച്വലി. എൻ്റെ വൈഫിൻ്റെ പേര് റിസ്വാന കബീർ എന്നാണ്. ആൻഡ് ഏറ്റവും നല്ല ക്രിട്ടിക്ക്, ഞാൻ എന്ത് ചെയ്താലും ഏറ്റവും നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഭാര്യയാണ്, ഏറ്റവും നന്നായി അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഭാര്യയാണ്. അത് വലിയൊരു മൈൽ സ്റ്റോൺ എൻ്റെ ലൈഫിൽ പറയാറുണ്ടെങ്കിൽ. ബിക്കോസ് ഷീ ഈസ് ദ വൺ ഹു ഡിസൈഡ്സ് വിച്ച് റോൾ ടു പ്ലേ ഓർ വാട്ട് എവർ ഐ ഡു, അതെല്ലാം വൈഫിൻ്റെ ഒരു സജഷൻസ് ഞാൻ എടുക്കാറുണ്ട്. പിന്നെ മക്കൾ റബാസ് സായിദ് ഇപ്പം +2 പഠിക്കുന്നു, റീഹത്ത് സഹറ 8th പഠിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ആൾ നമ്മൾ എല്ലാവരും ഭരിച്ചുകൊണ്ട് നടക്കുന്ന പറയും ഞാൻ, റാക്കിൻ സാക്കിയാണ്. പുള്ളി ഭാവിയിൽ മറഡോണയ്ക്ക് ശേഷം ആരാന്ന് ചോദിച്ചാൽ അവന് മാത്രമേ അവന് മറുപടി ഉള്ളൂ, അല്ലെങ്കിൽ മെസ്സിക്ക് ശേഷം ആരത് റാക്കിനാണ് പേര്. കബീർജി, നമ്മൾ കുറേ കാര്യങ്ങൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു. ഇപ്പം വിദ്യാഭ്യാസ കാലഘട്ടം, നാട്ടിൽ തലശ്ശേരിയിലും മറ്റും, അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ വരുന്നതും, അവിടെ മഹാരഥന്മാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജേർണലിസം പ്രവർത്തനം, സിനിമാ പ്രവർത്തനം, എങ്ങനെയാണ് പിന്നീട് പ്രവാസ ലോകത്തേക്ക് എത്തിപ്പെടുന്നത്? പ്രവാസ ലോകം ശരിക്കും പറഞ്ഞാൽ പ്രവാസ ജീവിതം എൻ്റെ സ്വപ്നങ്ങളില്ലാത്തൊരു കാര്യമായിരുന്നു. പിന്നീട് എൻ്റെ ഒരു കസിൻ പറഞ്ഞതുപോലെ, ഒരിക്കലും കബീർ പ്രവാസ ജീവിതത്തിന് പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നാട്ടിൽ അത്രമാത്രം വേരുകൾ രൂഢമൂലമായിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ പറിച്ചു നടൽ ശരിക്കും പറഞ്ഞാൽ. അപ്പം ക്ഷമിക്കണം, ഞാൻ ചെന്നൈയിൽ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന കാലത്താണ്. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു 2 ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. സിനിമയിൽ എന്തെങ്കിലും ആവുക, അതുപോലെ തന്നെ മാധ്യമരംഗത്തും നിശ്ശബ്ദ പതിപ്പിക്കുക. അതിന് ചെന്നൈയാണ് ഏറ്റവും നല്ലൊരു ലാവണമെന്ന് തോന്നിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ ആ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങും,
പിന്നെ പോകുന്ന കോടമ്പക്കത്ത് സംവിധായകരുടെയും നടന്മാരുടെയും പ്രൊഡ്യൂസേഴ്സിൻ്റെയൊക്കെ വീട്ടിലാണ്. അങ്ങനെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ മിക്കവാറും എല്ലാവരും ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞു. സേതുമാധവൻ സാർ അടക്കം ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. സേതുമാധവൻ സാർ എനിക്ക് മുമ്പേ ഒരു ബന്ധമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കടവ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത് തന്നെ. അപ്പോൾ ആ സമയത്താണ് എൻ്റെ സ്റ്റുഡിയോയുടെ അടുത്താണ്, അണ്ണാനഗർ കോടമ്പക്കത്ത് സ്റ്റുഡിയോൻ്റെ അടുത്താണ് ശ്രീ ശശിമോഹൻ സാറിൻ്റെ, ഡയറക്ടർ ശശിമോഹൻ. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ എൻ്റെ അടുത്ത ഫിലിം അടുത്ത ആഴ്ച തുടങ്ങുകയാണ്, നിലമ്പൂരാണ് ലൊക്കേഷൻ, താല്പര്യം ഉണ്ടെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഒന്ന് ജോയിൻ ചെയ്യാം. അങ്ങനെ പിന്നെ നമുക്ക് ആലോചിക്കാനൊന്നുമില്ല, ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പഠിക്കാൻ കിട്ടുന്നൊരു അവസരം. അങ്ങനെ ഉടനെ തന്നെ ഞാൻ മെഡിക്കൽ ലീവ് എടുത്തു ഏഷ്യാനെറ്റിൽ നിന്ന്. അങ്ങനെ അടുത്ത ആഴ്ച ഞാൻ പോയി ജോയിൻ ചെയ്തു. അങ്ങനെ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫിലിം, എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു ഫിലിം അതായിരുന്നു. മിനുക്കം എന്നാണ് അതിൻ്റെ പേര്. മിനുക്കത്തിൽ വിജയരാഘവൻ കൂട്ടേട്ടൻ, പിന്നെ രാജശ്രീയാണ് അതിലെ ഹീറോയിൻ. രാജശ്രീ കറുത്തമ്മ ഫെയിം, ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡ് കിട്ടി. പിന്നെ ദേവേട്ടൻ, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. ടോണി ആയിരുന്നു ദേവേട്ടൻ്റെ ബ്രദറായിട്ട്. പിന്നെ ഉള്ളത് ഒരു ആശ എന്ന് പറഞ്ഞ ചെറിയ മോളുണ്ടായിരുന്നു, എൻ്റെ ഒരു ബന്ധു തന്നെ. അങ്ങനെ ആ ഫിലിം കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അബുദാബിയിൽ നിന്ന് ഒരു കോൾ വന്നു. ശ്രീ എം എ യൂസഫ് അലി സാഹിബിൻ്റെ ഓഫീസിൽ നിന്നായിരുന്നു. വിസ അയച്ചിട്ടുണ്ട്, ഉടനെ പുറപ്പെടുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ വന്നൊരു സംഭവം വന്നിട്ടുണ്ട്. അങ്ങനെ അന്ന് ബസ്സിനാണ് പോയത്, നിലമ്പൂരിൽ നിന്ന് ബസ്സിന് പോയി. നമുക്ക് വിസ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആകെ ഒരു ഷോക്ക് ടൈപ്പ്. സന്തോഷമാണോ അല്ലെങ്കിൽ വിഷമാണോ? കാരണം സാധാരണ രീതിയിൽ ഒരാൾ അന്നൊക്കെ ഗൾഫിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ ഒരു 2 വർഷം മിനിമം, ഈ 2 വർഷം നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിനൊക്കെ ആലോചിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ല. കാരണം ഏഷ്യാനെറ്റിൽ എൻ്റെ ആദ്യത്തെ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുമ്പം വൈകുന്നേരത്തെ വണ്ടിക്ക് നാട്ടിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് കണ്ടാളെ ഞാൻ. അപ്പോൾ അത്രമാത്രം നാടുമായിട്ടൊരു അഭേദ്യമായ ബന്ധം ഉള്ള ഞാൻ. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായി ഞാൻ പറിച്ച് നടത്തുന്നത്. ഏത് വർഷമാണ് ഇങ്ങോട്ടേക്ക് അബുദാബി വരുന്നത്? 98, 99. മസ്കറ്റിലേക്ക് എത്തുന്നത് ഏത് വർഷമാണ്? മസ്കറ്റിലേക്ക് വരാൻ കാരണം വെച്ചാൽ UAE ഞാൻ ഏഷ്യാനെറ്റ് റേഡിയോയിൽ ജോലി ചെയ്തു. ആദ്യം ലുലുവിൽ ജോലി ചെയ്തു. ലുലു കസ്റ്റമർ സർവീസ് സൂപ്പർവൈസറായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ എനിക്ക് തോന്നിയത് എൻ്റെ ഫീൽഡ് മീഡിയ തന്നെയാണ്. അങ്ങനെ മീഡിയയിലേക്ക് തന്നെ ഏഷ്യാനെറ്റ് റേഡിയോയിൽ പോയി. റേഡിയോ എന്നാണ്. പിന്നെ KK മൊയ്തീൻ കോയയും സത്യഭാമ അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ട് മിഡിൽ ഈസ്റ്റ് ടെലിവിഷൻ തുടങ്ങിയത് ഓർമ്മയുണ്ടോ? ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ആദ്യത്തെ ടെലിവിഷൻ ചാനലായിരുന്നു മിഡിൽ ഈസ്റ്റ് ടെലിവിഷൻ. മിഡിൽ ഈസ്റ്റ് ടെലിവിഷനിൽ ന്യൂസ് ഇൻചാർജായിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്തു. അവിടെ നിന്നാണ് പിന്നെ പ്രവാസ ജീവിതം തുടങ്ങി. പ്രവാസ ജീവിതത്തിലെ മാധ്യമ പ്രവർത്തനം ഏഷ്യാനെറ്റിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് 2005 കള്ളം കഴിഞ്ഞു. 2007 അങ്ങനെ 2008 പിന്നെ ഒമാനിലെത്തുന്നത്. ഒമാനിലെത്തി ഞാൻ ജോബ് ഹണ്ട് ചെയ്യുന്ന സമയത്താണ് മാധ്യമപ്രവർത്തനം തന്നെയാണ് നോക്കിയത്. അത് ആ സമയത്ത് തന്നെ ഹെൽപ്പ് പ്രവർത്തനമായിട്ട് തന്നെയല്ലേ ഇവിടെ വന്നത്? അല്ല, ഇവിടെ ഞാൻ ജോബ് ഹണ്ട് ചെയ്തുകൊണ്ട് വന്നത്. ഓക്കെ, എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, TC അഷ്റഫ്. ഇപ്പോഴുണ്ട് അവരുടെ TC അഷ്റഫ് എന്ന് പറഞ്ഞിട്ട്. അതിനൊക്കെയുള്ള വിശേഷങ്ങൾ വരാം. വരൂ കബീർജി, നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. നാട്ടിലത്തെ താങ്കളുടെ വിശേഷങ്ങൾ, അതുപോലെ ചെന്നൈയിൽ വന്നതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളും മഹാരഥന്മാരുമായിട്ടുള്ള ഇടപഴകലുകളും എല്ലാം, പിന്നീട് മസ്കറ്റിലേക്കുള്ള യാത്രയും എല്ലാം നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പോൾ താങ്കളൊരു സീനിയർ ജേർണലിസ്റ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ് അല്ലേ? അതിലേക്കുള്ളൊരു യാത്ര എങ്ങനെയാണ്? ഇപ്പോൾ എവിടെയാണ്, ഏത് മാധ്യമത്തിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒമാൻ ഒബ്സർവർ എന്ന മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ്റെ കീഴിലുള്ള പത്രത്തിലെ സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടാണ്. വെരി ഗുഡ്. ദൈവം സഹായിച്ച് കഴിഞ്ഞ 16ാമത്തെ വർഷത്തിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി 2008 ഒമാനിലെത്തുന്നത്. എൻ്റെ ഒരു കസിൻ ഉണ്ട് ഇവിടെ, 6R എന്നൊരു സ്ഥാപനം നടത്തുന്ന ഒരു കസിൻ ഉണ്ട്. അവർ 14 വർഷമായിട്ടുള്ള ആൾ. അപ്പം അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനായിരുന്നു വന്നത്. പക്ഷേ അത് പിന്നീട് നമ്മൾ ബുറേമിയിൽ അതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസിൽ നോക്കി അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ അത് ഒഴിവാക്കി. പിന്നെയാണ് ഞാൻ മാധ്യമരംഗത്തേക്ക് തിരിയുന്നത്. അങ്ങനെ പിന്നെ വെച്ചാൽ ജോബ് റിയലി ഹണ്ടിങ് ആയിരുന്നു. അപ്പോൾ പലപ്പോഴും ടാക്സിക്ക് പൈസ കൊടുക്കാനില്ലാത്തപ്പോൾ ഇങ്ങനെ ഹിച്ച് ഹൈക്ക് ചെയ്തിട്ട് ലിഫ്റ്റ് വെച്ച് പോകുമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ദിവസം ലിഫ്റ്റ് ചോദിച്ചപ്പോൾ നിർത്തിയതൊരു മലയാളി, സ്വാഭാവികമായും വൺ ഓഫ് ദ മലയാളീസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടു. എൻ്റെ പേര് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ പേര് സേവിയർ കാവാലം എന്നായിരുന്നു. അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു ആക്ച്വലി. അപ്പോൾ ഞാൻ ചില കോൾസിനൊക്കെ ഇംഗ്ലീഷിലും പിന്നെ വിവിധ ഭാഷകൾ അറബിക്കിലൊക്കെ മറുപടി കൊടുക്കുന്നുണ്ടപ്പോൾ പുള്ളി ചോദിച്ചു, എന്താ നിങ്ങൾ ശരിക്കും ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്. അപ്പോൾ നിങ്ങൾ ഒബ്സർവറിൽ നോക്കിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അന്ന് ട്രിബ്യൂൺ ഉണ്ട്, ഒമാൻ ട്രിബ്യൂൺ, ടൈംസ് ഓഫ് ഒമാൻ, ഈ 2 പത്രങ്ങളെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ നോക്കിക്കൂടെയെന്ന്. ഞാൻ അവിടെയൊക്കെ നോക്കി, പക്ഷേ ഒബ്സർവറിൽ മാത്രം പോകാൻ പറ്റിയില്ല. കാരണം ഒബ്സർവറിൻ്റെ ഓഫീസ് കുറച്ച് അകത്തോട്ട് തള്ളി നിൽക്കുന്നതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, കുഴപ്പമില്ല, നാളെ രാവിലെ ഇത്ര മണിക്ക് വരും, ഞാൻ അവിടെ കൊണ്ടുപോയി വിടാം. അങ്ങനെ അദ്ദേഹമാണ് എന്നെ അവിടെ ആദ്യമായി കൊണ്ടുപോയി വിടുന്നത്. യാതൊരു പരിചയമില്ല, ഒരു പരസ്പരം കണ്ടിട്ട് പോലില്ലാത്ത ടീമാണ്.
പക്ഷേ പിന്നീട് അദ്ദേഹമായിട്ട് ഒരുപാട് കാലത്തെ പിന്നെ പരിചയമുണ്ടായി. ഇദ്ദേഹം ഇപ്പോൾ നാട്ടിലാണ്. അങ്ങനെ അതായിരുന്നു എൻ്റെ ഒബ്സർവറിൽ ആദ്യത്തെ എൻട്രി. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇബ്രാഹിം അൽ ഹംദാനി എന്ന ചീഫ് എഡിറ്ററാണ് എന്നെ അവിടത്തേക്ക് റിക്രൂട്ട് ചെയ്തത്. പക്ഷേ അതിനു മുമ്പ് തന്നെ സാധാരണ ജോബ് ഹണ്ട് ചെയ്യുമ്പോൾ രാവിലെ ഇറങ്ങണം, കുറേ CV അന്ന് വാട്സാപ്പൊന്നുമില്ല, CV കോപ്പികൾ കയ്യിൽ കരുതണം. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ യാദൃശ്യമായി പരിചയപ്പെട്ട മറ്റൊരു സുഹൃത്താണ്, ഒരു PTK ഷമീർ എന്ന് പറഞ്ഞിട്ട് KMCCയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് ഇങ്ങനെയുള്ള പരിചയമാണ്. അപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ CV പ്രിൻ്റ് ഔട്ട് എടുത്തൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളെ അറിഞ്ഞും അറിയാതെ സഹായിക്കാനെത്തും. അതൊക്കെ എവിടുന്നൊക്കെ നമ്മൾ ഇത് നന്മകളുടെ ഫലമായിരിക്കും അറിയാൻ പറ്റില്ല. അടുത്ത വിശേഷങ്ങളിലേക്ക് വരാം. തീർച്ചയായും. കബരി, നമ്മൾ താങ്കളുടെ ഔദ്യോഗിക വൃത്തി ഒരു മാധ്യമ പ്രവർത്തകനാണെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെ. താങ്കളൊരു മികച്ച കലാകാരൻ കൂടിയാണ്. ഞാൻ അഭിമുഖത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, അഭിനേതാവാണ്. അങ്ങനെ ഈ ചലച്ചിത്ര നിർമ്മാണ രംഗത്ത് നിരവധി പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടത്തിയിട്ടുണ്ട് അല്ലേ? എത്രത്തോളം ഭാഷകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് താങ്കൾ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 ഭാഷകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ സിനിമ. ഷോർട്ട് ഫിലിം, ഈവൻ ഒരു ഫീച്ചർ ഫിലിം, ഷോർട്ട് ഫിലിം, ഫീച്ചർ ഫിലിംസ്, അതുപോലെ തന്നെ ഈവൻ ആൽബംസ് പോലും നമ്മളൊരു മൊത്തം ഭാഷകൾ നോക്കുമ്പോൾ 6 ഭാഷയെ: മലയാളം, ഇംഗ്ലീഷ്, അറബിക്ക്, ഹിന്ദി, തമിഴ്, ബംഗ്ല. 6 ഭാഷകളായി. ഇനിയിപ്പോൾ അടുത്ത ഭാഷ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഒരു ഫീച്ചർ ഫിലിമിലേക്കുള്ള ഒരു വരവ്? എൻ്റെ ശരിക്കും പറഞ്ഞ ആദ്യത്തെ ഫിലിം എന്ന് പറയുന്നത് 2010 സുധാ ഷാ സംവിധാനം ചെയ്ത ഒരു സിനിമ ഉണ്ടായിരുന്നു, ദ കോൾ എന്ന് പറഞ്ഞിട്ട്. സീമാജി നായരായിരുന്നു അതിലെ ഹീറോയിൻ, അവർ സെൻട്രൽ ക്യാരക്ടറായിട്ട്. ലക്ഷ്മി കോത്തനയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒമാൻ TV റേഡിയോയിലുള്ള അവരുടെ ഒരു സാന്നിധ്യത്തിലൂടെയാണ് എനിക്ക് അവസരം കൈവന്നത്. അപ്പോഴും ഓർക്കാതെ വയ്യ, കാരണം എൻ്റെ ഗിരിജ ബക്കർ മാഡത്തിൻ്റെ മകളാണ് അവർ. അത് ഒമാനിലെ നാടകപ്രേമികൾക്കായാലും സിനിമാ പ്രേമികൾക്കായാലും ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. അതെ, ഒരിക്കലും. അടുക്കളയുടെ ആദ്യത്തെ എപ്പിസോഡിൽ ഗിരിജ മാഡത്തിനെ നമ്മൾ അനുസ്മരിച്ചിരുന്നു. ഓക്കെ അത് മറക്കാൻ പറ്റാത്തൊരു സാന്നിധ്യമാണ് ആയിരുന്നു അവരുടെ. അപ്പം അത് കഴിഞ്ഞ് അതിൽ നല്ലൊരു വേഷമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2015 നമ്മൾ ചെയ്ത ഒരു സ്വന്തമായി എടുത്തൊരു ഫീച്ചർ ഫിലിമാണ് 1.5 മണിക്കൂർ നേരമുള്ള ടു ബി ഓർ നോട്ട് ടു ബി എന്നൊരു ഫിലിം. അതൊരു അന്ധനായ ഒരു ബാലൻ, ആ ബാലൻ്റെ കഥ പറയുന്ന, ആ കുട്ടിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയാലുള്ള അവസ്ഥയാണ്. അന്ന് കുട്ടികൾക്കെതിരെ ലോകമെമ്പാടും അക്രമവും അനീതിയൊക്കെ നടക്കുന്ന ഫലസ്തീനിലെ ഇഷ്യൂ ഇതിനേക്കാളും രൂക്ഷമായിരുന്നു അന്ന് എന്നെൻ്റെ ഓർമ്മ. അപ്പോൾ ആ സമയത്ത് ഭാവലയ്ക്ക് വേണ്ടി ഡോക്ടർ J. രത്നകുമാർ സാറാണ് നിർമ്മിച്ചത്. സത്യദാസ് ആയിരുന്നു ക്യാമറ, വളരെ റബാസ് ആയിരുന്നു സെൻട്രൽ ക്യാരക്ടർ, അസ്ര അലിയും അവരൊക്കെ ആയിരുന്നു ആക്ടേഴ്സും ഒക്കെ ആയിട്ട്. അതാണ് ആദ്യത്തെ ഒരു ഫീച്ചർ ഫിലിം. അതാണ് എൻട്രി. മറ്റുള്ള വിശേഷങ്ങളിലേക്ക് വരാം. തീർച്ചയായും. കബീർജി, എനിക്ക് തോന്നുന്നത് ഇതിനോടകം ഏതാണ്ട് 50-ൽ പരം ഹ്രസ്വ ചിത്രങ്ങളിൽ അഭിനയിച്ചു. അല്ലെങ്കിൽ ഒരുപക്ഷെ തിരക്കഥയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സംവിധായകന്റെ റോളായിട്ടായിരിക്കും, അങ്ങനെ ഈവൻ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് പോകും അല്ലെ, ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഈ പറഞ്ഞ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതും വിവിധ ഭാഷകളിൽ, 6 ഭാഷകളിലായിട്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ താങ്കളൊരു കഥാകൃത്തും തിരക്കഥാകൃത്തുമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളൊരു ആശയം എടുക്കുമ്പോൾ, തിരക്കഥയാക്കാൻ എടുക്കുമ്പോൾ, അതിൽ എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും സമൂഹത്തോട് പറയാനുണ്ട്, അതും കൂടി അതിനകത്തേക്ക് കടന്നു വരണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും മുൻവിധിയോട് കൂടിയിട്ടാണോ? തീർച്ചയായും 101% അത് തന്നെ. എനിക്കൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ വെറുതെ പറയാൻ വേണ്ടി പറയറില്ല. എന്തെങ്കിലും ഒന്ന് സമൂഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ, എൻ്റെ ഒരു മാധ്യമമാണ് എഴുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിൽ സ്വാഭാവികമായും എൻ്റെ ആശയങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ പൊളിറ്റിക്സ് ആസ് യു സേ, അല്ലെങ്കിൽ ചില സന്ദേശങ്ങൾ, അല്ലെങ്കിൽ ചില കണ്ണ് തുറക്കാനുള്ള ചില മാർഗ്ഗങ്ങൾ, ചില വോട്ട് യു കോൾ ദാറ്റ് സൈൻ പോസ്റ്റ്, നമ്മളൊരു ചൂണ്ടുവിരൽ. കാരണം ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്കും നിരീക്ഷണം എപ്പോഴും ഉണ്ട് എന്നുള്ളത് അല്ലേ? നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത്തരം എഴുത്തുകളിലേക്കൊക്കെ നമ്മൾ നടക്കുന്നത്. നമ്മുടെ കഥയ്ക്കുള്ള സ്പാർക്കെല്ലാം കിട്ടും നമ്മുടെ സമൂഹത്തിൽ തന്നെയാണ്. ഇപ്പം എൻ്റെ സോമേട്ടൻ്റെ ലൈഫിൽ ചിലപ്പോൾ എനിക്ക് സ്പാർക്ക് കിട്ടിയേക്കാം, ഒരു സ്പാർക്കായിരിക്കും, പക്ഷെ അതിനെ വികസിപ്പിക്കുന്നത് നമ്മൾ പല സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ്. ഇങ്ങനെ ഒരു മുല്ല കോർക്കുന്ന പോലെ കോർത്ത് പോകുന്ന ഒരു സംഭവമാണ് സ്ക്രിപ്റ്റ് എന്ന് അറിയാലോ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം താങ്കൾ എനിക്കൊന്ന് പ്രവാസ ലോകത്ത് ആദ്യമായിട്ട് ഒരു ഫീച്ചർ ഫിലിം OTT പ്ലാറ്റ്ഫോമിൽ വന്നത് താങ്കൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തതാണ് അല്ലേ? അവന്തികയുടെ വീട് അല്ലേ? അതിന്റെ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ പ്രേക്ഷകരായിട്ട്? അവന്തികയുടെ വീട് എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആലോചിച്ചിരുന്ന ഒരു കഥയാണ്. ഷാർജയിൽ അച്ഛനും അമ്മയും അടിപിടി കൂടി 2 പേർ 2 വഴിക്ക് ഇറങ്ങിപ്പോയി.
അച്ഛൻ്റെ വഴിക്കും പോയി, അമ്മായിയുടെ വഴിക്കും പോയി. അങ്ങനെ ആ ഫ്ലാറ്റിൽ ഒറ്റപ്പെട്ട് പോയ 8 വയസ്സുകാരുടെ കഥയിൽ നിന്നാണ്, സംഭവത്തിൽ നിന്നാണ് അത് ഉടലെടുക്കുന്നത്. അപ്പോൾ അന്ന് നാട്ടുകാരൊക്കെ ഓടിക്കൂടി ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി സിവിൽ ഡിഫൻസിനെ വിളിച്ചു. സിവിൽ ഡിഫൻസ് വന്നപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മയും യാതൊരു വിവരമില്ല. അവർ വേറെ എങ്ങോട്ടോ അവരുടെ ഇഷ്ടക്കാരോട് പോയി. പിന്നീട് ആ കുട്ടിയെ റെസ്ക്യൂ ഹോമിലാക്കുകയും പിന്നെ നാട്ടിലെത്തിക്കുകയും ചെയ്തത്. ഒരു ഇന്ത്യൻ കുട്ടിയായിരുന്നു. അതായിരുന്നു തുടക്കം. പിന്നീട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ അച്ഛനും അമ്മയും ബിസി ആകുമ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹം കണ്ടെത്തുന്നത് ഹൗസ് മെയ്ഡുകളിലാണ്, വീട്ടു വേലക്കാരിലാണ്. അപ്പോൾ അതും ഒരു ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. അതും എല്ലാം മാതാപിതാക്കൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരും, തിരിച്ചു വരും. അപ്പോൾ അത്രയും സമയം ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ഈ പറയുന്ന വീട്ടിലെ ഹൗസ് മെയ്ഡായിട്ട്. അങ്ങനെയാണ് നമുക്ക് ചുറ്റുമുള്ള കഥകൾ തന്നെയാണ് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിലേക്ക് വരാം, മറ്റു കഥകളിലേക്ക് വരാം. പ്ലീസ്. അപ്പം അവന്തിയുടെ വീടിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതിന് നമ്മൾ സ്ക്രിപ്റ്റുമായിട്ട് ഞാൻ വർഷങ്ങളോളം നടന്നിരുന്നു ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ വേണ്ടി. നമുക്ക് സ്വന്തമായിട്ട് അറിയിക്കാം, നമ്മൾ പല ഷോർട്ട് ഫിലിംസും വലിയ ഫിലിം എടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രയാസം നേരിടുന്നത് പ്രൊഡ്യൂസറെ കിട്ടാനാണ്. അല്ലാത്തതുകൊണ്ട് പല വർക്കുകളും നടത്തിയിട്ടുമില്ല. അത് നടക്കാതെ പോയിട്ടുണ്ട്. അപ്പോഴാണ് MGM സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ നദാൻ ട്രേഡിംഗ് ഒക്കെ ഉള്ള ഡോക്ടർ ഗീവർഗീസ് യോഹന്നാനും അതുപോലെ തന്നെ ജാബ്സൺ വർഗീസും രംഗത്ത് വരുന്നതും ഇത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നതും അങ്ങനെ സാധ്യമായത്. എനിക്ക് തോന്നുന്നത് നല്ല റെക്കഗ്നൈസേഷൻ, അത് ഒരുപാട് റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു സംവിധാനം സമയത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മുടെ ക്രിയേറ്റീവ് വർക്ക് കൂടുതൽ ആളുകൾ കാണുമ്പോഴാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവന്തിയുടെ വീട് 5 മില്യണിൽ കൂടുതൽ ആളുകൾ കണ്ടു കഴിഞ്ഞു. OTT പ്ലാറ്റ്ഫോമിലായിരുന്നു, സൈന പ്ലേയിൽ. പിന്നെ അതിനുശേഷം നമ്മൾ ഒരുപാട് ഫിലിംസിൻ്റെ പാർട്ടായിട്ടുണ്ട്. പല രീതിയിലാണ് പാർട്ടാകുന്നത്. അപ്പോൾ ഇന്ന് റോളൊന്നുമില്ല, നമുക്ക് എങ്ങനെയാലും ഒരു ക്രിയേറ്റീവ് വർക്കിൻ്റെ ഭാഗമാണെന്നുള്ളതേ ഉള്ളൂ. കബീർജി, താങ്കൾ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ താങ്കൾ ഒരു എഴുത്തുകാരൻ കൂടിയാണ്. ആ എഴുത്തു വഴികളെ കുറിച്ചൊന്ന് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാം. തീർച്ചയായും. എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങുന്നത് 2010-ലാണ്. അത് അന്തരിച്ച രാഷ്ട്രപിതാവ് ഹിസ് മജസ്റ്റി സുൽത്താൻ ഖാബൂസ് ബിൻ സൈദ് അൽ സൈദിനെ കുറിച്ചുള്ള ഇന്ത്യൻ ഭാഷയിൽ ആദ്യത്തെ പുസ്തകമാണ്. അതെ. കാരണം ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് എല്ലാ ഭാഷകളിലും പുസ്തകങ്ങളുണ്ട്, എല്ലാ ഭാഷകളിലും ലിറ്ററേച്ചറുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭാഷയിൽ ഒന്നിലും ഹിന്ദിയിലോ ഒരു ഭാഷയിലും ഇല്ല, മലയാളത്തിൽ പോലും ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ ഭാഷയുടെ പുസ്തകം ആലോചിച്ച് തുടങ്ങിയത്. അപ്പം പിന്നെ സ്വാഭാവികമായും എൻ്റെ മാതൃഭാഷയായ മലയാളത്തിലാണ് ചെയ്തത്. അതിനുശേഷം തൊട്ടടുത്ത വർഷം തന്നെ, പക്ഷേ ഇതിന് എടുത്തു പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ചാൽ, ഇതിനെല്ലാം സപ്പോർട്ട് തന്നത് ഡോക്ടർ P. ഗൾഫാർ മുഹമ്മദ് അലി സാഹിബാണ്. അതുപോലെ തന്നെ അന്നത്തെ അംബാസഡറായിരുന്ന ശ്രീ അനിൽ വധുവ, എൻ്റെ CEO നാസർ റഹബി, ഇത്രയും പേരാണ് ഈ പുസ്തകത്തിന് യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായിച്ചത്. 2 വർഷത്തോളം എടുത്തത് മുഴുവൻ എഴുത്തിലാണ്. തൊട്ടടുത്ത വർഷം തന്നെ അതിൻ്റെ സെക്കൻഡ് എഡിഷൻ ഇറങ്ങി. പിന്നെ അടുത്ത വർഷം നമ്മുടെ മിഡിൽ ഈസ്റ്റ് നഴ്സറി നടത്തുന്ന ശ്രീ ഡോക്ടർ ചിത്ര നാരായണൻ മാമിന് ഇത് തമിഴിൽ ഇറക്കണം തോന്നിയിട്ട് അങ്ങനെ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനും ഞാൻ അതിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസലായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്ത്, അതായത് 2020 ഞാൻ ഇറക്കിയ പുസ്തകമാണ്. അത് ഇൻ ഇംഗ്ലീഷ് ആക്ച്വലി. അത് മൈ ലൈഫ് മൈ വിഷൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഹിസ് മാജസ്റ്റിയുടെ 144 തീരുമാനങ്ങൾ, അല്ലെങ്കിൽ വിവിധ വിഷയങ്ങൾ. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം, ഇപ്പം ഇൻ്റർനാഷണൽ വിമൻസ് ഡേ മാർച്ച് 8 നടക്കുകയാണ്. അപ്പം അതോടനുബന്ധിച്ച് ഫോർ എക്സാമ്പിൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരുന്നു, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വം, അല്ലെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അങ്ങനെ ഏതൊരു മേഖലയായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ 144 വിഷയങ്ങൾ എടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് വിശദീകരിക്കുന്ന പുസ്തകമാണ് മൈ ലൈഫ് മൈ വിഷൻ. അതിന് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. ഹിസ് മാജസ്റ്റിയുടെ ഓഫീസിൽ നിന്ന്, ദിവാൻ ഓഫ് റോയൽ കോർട്ടിൽ നിന്നും പ്രത്യേക ലെറ്റർ അവരെനിക്ക് അപ്രിസിയേറ്റ് ചെയ്തിട്ട് അയച്ചിട്ടുണ്ട്. അതെല്ലാം വലിയ കാര്യമാണ്. ഒരു എക്സ്പയർ ചെയ്യുന്ന സമയത്തോളം അത് വലിയ കാര്യമാണ്. അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ ഒരുപാട്. ഇനിയിപ്പം അടുത്ത പുസ്തകത്തിൻ്റെ പഠിപ്പുരയിലാണ് ഞാൻ പറയാന്ന് വെച്ചാൽ, ആ അടുത്ത പുസ്തകത്തിനെ കുറിച്ചാൽ, ഈ 4 വർഷത്തോളം അല്ലെങ്കിൽ 3.5 വർഷത്തോളം ഒമാൻ മറ്റു ലോകത്തിലെ മറ്റു രാജ്യങ്ങളോടൊപ്പം തന്നെ കൊറോണയുടെ പിടിയിലായിരുന്നു. അപ്പം കൊറോണയുടെ 1-ാം ദിനം മുതൽ അത് എങ്ങനെ, അതായത് ഈ രാജ്യത്ത് കൊറോണ ഇല്ല എന്ന് അസന്ദിഗ്ധമായി മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ഡോക്ടർ അഹമ്മദ് അൽ സയ്യിദി പറഞ്ഞ ആ ദിവസം മുതൽ കൊറോണ അവസാനിക്കുന്നവരം വരെയുള്ള കാര്യങ്ങൾ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ ചെയ്തൊരു പുസ്തകമാണ് കൊറോണ ക്രൊണോളജി എന്ന് പറഞ്ഞത്. അതിപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്തും മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷനും സംയുക്തമായി രംഗത്ത് വന്നിട്ട് ഭദ്രസമയം അതിനൊരു സ്പോൺസറായി മാറുകയാണ്. അങ്ങനെ അത് അടുത്ത മാസം തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. 3 വർഷത്തെ കഠിനാധ്വാനം എൻ്റെ പറയുന്നത്. അതാണ് ഇനി അടുത്ത് വരാനിരിക്കുന്ന പുസ്തകം. തീർച്ചയായും നമുക്ക് കൂടുതൽ കാര്യം സംസാരിക്കാനുണ്ട്. നമുക്ക് കബീർജി, താങ്കൾ ഇത്രയും കാലമായിട്ട് ഈ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ചോദിക്കേണ്ട കാര്യമില്ല, അംഗീകാരങ്ങൾ എന്തായാലും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അംഗീകാരങ്ങളെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ പ്രേക്ഷകരുമായിട്ട്? അംഗീകാരങ്ങളും അതുപോലെ തന്നെ അവാർഡ്സ് ആൻഡ് അക്കോളേറ്റ്സ് ആസ് വി കോൾ ഇറ്റ്, തീർച്ചയായും ഓരോ കലാകാരൻ്റെയും അല്ലെങ്കിൽ പത്രമാധ്യമ പ്രവർത്തകൻ്റെയും പ്രവർത്തനങ്ങളിൽ കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു ഉപാധിയാണത്.
അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സംഘടനകൾ എന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അവരുടെ എന്താ പറയുക, അവർ സർട്ടിഫിക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. അവരുടെ അത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ സിനിമകൾക്ക് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതിലെടുത്ത് പറയാവുന്ന ഒന്നാണ് അവന്തികയുടെ വീടിന് കിട്ടിയ ഏറ്റവും നല്ല സിനിമാ സംവിധായകൻ, വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ അവാർഡ് കിട്ടിയ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ അവാർഡ് കിട്ടിയത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബഹ്റൈൻ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മൾ 1-2 സിനിമയ്ക്ക് 4 അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങനെ നമ്മൾ ദാറ്റ് കീപ്സ് us ഗോയിങ് ആക്ച്വലി. അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തനത്തിനൊക്കെ എടുത്ത് പറയാവുന്നത് ഏകതാ പ്രവാസിയുടെ ഒരു സമ്മാനം, അവിടെ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാള ഭാഷയുടെ ഭാഗമായിട്ട് തലേക്കുന്നിൽ ബഷീറിൻ്റെ കയ്യിൽ നിന്നും അവാർഡ് കിട്ടിയിരുന്നു. അങ്ങനെ പിന്നെ ഒമാൻ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആയിരുന്നാലും മിനിസ്റ്റർ ഓഫ് കൊമേഴ്സിൻ്റെ, അതുപോലെ തന്നെ പല മന്ത്രാലയങ്ങളും അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മൾ പങ്ക് വഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാറുണ്ട്. അങ്ങനെ വലിയൊരു പ്രചോദനം തന്നെ അല്ലേ? മുന്നോട്ടുള്ള യാത്രയിൽ ഊർജ്ജവുമാണ്. തീർച്ചയായും മുന്നോട്ടുള്ള യാത്ര നമുക്ക് തുടരാം. അതെ കബീർജി, നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. അതെ, ഏതായാലും ഇനിയിപ്പോൾ ധാരാളം പ്രൊജക്റ്റുകൾ ഉണ്ടായിരിക്കുമല്ലോ, അത് ചോദിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ പുതിയ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? പുതിയ പ്രൊജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറോണ ക്രോണോളജി പറഞ്ഞൊരു പുസ്തകം ഇറക്കാനുണ്ട്. റൈറ്റ്. മിനിസ്ട്രികൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബദ്രസമ മിസ്റ്റർ അബ്ദുൽ ലത്തീഫ് ഉപ്പളയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് കൂടാതെ പിന്നെ ഒരു അറബിക് ഫിലിം വിത്ത് ഡോക്ടർ താലിബ് അൽ ബലൂഷി. ആടുജീവിതത്തിലെ വില്ലനായിട്ട് നമ്മൾ വരാൻ പോകുന്നത്. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത്. പിന്നെ വേറെ 1-2 ഫിലിംസൊക്കെ ഉണ്ട്. സമയം പോലെ പിന്നെ ഒരു അറബിക് ഫിലിം തന്നെ ഞാൻ സംവിധാനം ചെയ്യുന്നുണ്ട്. എല്ലാം ഈ കൊല്ലത്തെ പദ്ധതികളാണ്. 2024 ഇതെല്ലാം നടക്കും അല്ലേ? ഏതായാലും എല്ലാവിധ ഭാവങ്ങളും ഭാവിയിലേക്കുള്ള എല്ലാ പ്രൊജക്റ്റുകൾക്കും അതുപോലെ തന്നെ ജീവിതത്തിലും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു. അന്താരാഷ്ട്ര അടുക്കളയുടെ മിഴിതുറക്കും മൊഴികൾ എന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തതിനും ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എനിക്ക് പ്രത്യേകം നന്ദി പറയാനുള്ളതെന്ന് വെച്ചാൽ കൊറോണ കാലത്ത് ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര അടുക്കള എന്ന് പറഞ്ഞൊരു സംഭവം പ്രോഗ്രാമായിട്ട് വന്നു. കൊറോണയെ നമ്മൾ സജീവമായിട്ട് ആഘോഷിച്ചൊരു പരിപാടിയാണത്. അതിലിപ്പോൾ എനിക്ക് 1-2 തവണ പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ ഇതുപോലൊരു അവസരം തന്ന് എൻ്റെ കാര്യങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും ഇത് കേട്ട് തന്ന കണ്ടു തന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രിയമുള്ള പ്രേക്ഷകരെ, അന്താരാഷ്ട്ര അടുക്കളയുടെ മിഴിതുറക്കും മൊഴികൾ എന്ന ഈ അഭിമുഖ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പ്രശസ്ത പത്രപ്രവർത്തകനും സിനിമാ സംവിധായകനും നടനുമായിട്ടുള്ള എഴുത്തുകാരനുമായിട്ടുള്ള ശ്രീ കബീർ യൂസഫാണ്. അടുത്തയാഴ്ച അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. മൊഴികൾ, മനം നിറയും തളിരോർമകൾ, മിഴികളിൽ നിറയെ കാണാ കാഴ്ചകൾ, മൊഴികളിൽ നിറയും അറിയാ കഥകൾ, മിഴി തുറക്കും മൊഴികൾ.